ബ്രിട്ടനിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്ന തരത്തിൽ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഡെയിലി മെയിൽ പുതിയ ചില വാർത്തകൾ. ഡെയിലി മെയിൽ റിപ്പോർട്ട് അനുസരിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഡാറ്റ ബ്രീച്ചിന്റെ പേര് പറഞ്ഞ് 18,500 പേരെ പ്രത്യേക വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുവന്നതാണ്. ഈ ഡാറ്റയിൽ ഉൾപ്പെട്ട എല്ലാവരെയും കൊണ്ടുവരാനായിരുന്നു നീക്കം. അതിനിടയിൽ മറ്റെന്തോ പ്രശ്നമുണ്ടായി. എന്തായാലും 18,500 പേരെ ബ്രിട്ടനിലേക്ക് അവർ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവന്നതാണ്. ഇങ്ങനെ കൊണ്ടുവന്നതിൽ പലരും റേപ്പ് കേസിലെ പ്രതികളാണ്, പലരും കൊലപാതകികളാണ്, കുഴപ്പക്കാരാണ്. ഇവരെ കൊണ്ടുവന്ന് ഏതാണ്ട് 7 ബില്യൺ ബ്രിട്ടീഷ് പൗണ്ട് മുടക്കി, അതായത് 80,000 കോടി രൂപ മുടക്കി. ബ്രിട്ടീഷ് നികുതിദായകരുടെ 80,000 കോടി രൂപ മുടക്കി ഇവരെ കൊണ്ട് ഹോട്ടലുകളിലും പ്രതിരോധ വകുപ്പിന്റെ എല്ലാ കെട്ടിടങ്ങളിലും താമസിപ്പിച്ചു. എന്നിട്ട് ഇവർക്ക് പുതിയ വീട് എടുത്തു കൊടുക്കുന്നത് വരെ ഇവരെ സംരക്ഷിക്കുകയാണ്. ഈ 18,500 പേര്, അവരുടെ കുടുംബാംഗങ്ങൾ. അങ്ങനെ കോടിക്കണക്കിന് രൂപ ഈ അനധികൃതമായി സർക്കാർ നിക്ഷേപിച്ചവരെ കൊണ്ടുവന്നിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ് ഡാറ്റ ബ്രീച്ച് ചെയ്തത്. പക്ഷേ ഇവിടെ കുടിയേറ്റത്തിനെതിരെ ജനവികാരം ശക്തമായി നിൽക്കുമ്പോൾ 18,500 പേരെ പ്രത്യേക വിമാനം അയച്ചു കൊണ്ടുവന്ന് അവർക്ക് വിസ മാത്രമല്ല, അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും വിദ്യാഭ്യാസവും എല്ലാം കൊടുത്ത് അവർക്ക് വീടും കൊടുക്കുന്ന തരത്തിലേക്ക് സർക്കാർ മാറുന്നു. ഇങ്ങനെ താമസിക്കുന്ന അഫ്ഗാൻ അഭയാർത്ഥികൾ കലാപകാരികളാകുന്നു, കലാപമുണ്ടാക്കുന്നു, അവർ പലയിടങ്ങളിലും കുഴപ്പമുണ്ടാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് അഫ്ഗാൻ അഭയാർത്ഥികൾ കൂടുന്നിടത്തൊക്കെ പലപ്പോഴും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അനധികൃതമായി ഇവരെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിനെതിരെയുള്ള ജനവികാരം പതിയെ തുടങ്ങി വന്നിട്ടുണ്ട്. ലേബർ പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഭരിക്കുന്നത് ലേബർ പാർട്ടി ആയതുകൊണ്ട് അവരൊന്ന് ഉത്തരം പറയേണ്ടി വരും. എവിടെ ചെന്നാലും ഇപ്പോൾ കാണുന്നത് അപരിചിതരാണ് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഒരു പ്രസ്താവന നടത്തി വിവാദമുണ്ടാക്കിയിരുന്നു. മാത്രമല്ല ബ്രിട്ടനിൽ പ്രത്യേകതരം രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഫലസ്തീനെ പിന്തുണയ്ക്കുന്നവരുടെ രാഷ്ട്രീയ പാർട്ടിയുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ച് 4 എംപിമാരെ ഉണ്ടാക്കി. ലേബർ പാർട്ടിയിലെ ചില എംപിമാർ ആ പാർട്ടി വിട്ടിപ്പോൾ ഈ പുതിയ പലസ്തീൻ പാർട്ടിയിലേക്ക് പോകുന്നു. മുൻ ലേബർ ലീഡർ ജെറമി കോർബിൻ ഇത്തരക്കാരുടെ നേതാവായി മാറുന്നു. ഇത്തരം വലിയ അനിശ്ചിതത്വങ്ങളും പ്രതിസന്ധികളും ബ്രിട്ടനിൽ തുടരുകയാണ്. അതിനിടയിലാണ് ഏതാണ്ട് 18,500 അനധികൃത കുടിയേറ്റക്കാരെ അവിടെ പോയി വില കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്ന് ബ്രിട്ടന് കുഴപ്പമുണ്ടാക്കിയെന്ന വാർത്ത പുറത്തു വരുന്നത്. അതായത് കാശ് കൊടുത്ത് അടിക്കുന്ന പട്ടിയെ വാങ്ങി എന്ന അവസ്ഥയിലാണ്. ഓർക്കണം, ഏതാണ്ട് 80,000 കോടി രൂപയാണ്, 7 ബില്യൺ പൗണ്ടാണ് മുടക്കുന്നത്. മാത്രമല്ല ഈ ഡാറ്റ ബ്രീച്ചിന്റെ പേരിൽ ഇവരെല്ലാം ഇവിടെ സെറ്റിലായി കഴിയുമ്പോൾ സർക്കാരിനെതിരെ കേസ് കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഏതാണ്ട് 1000-ഓളം പേർ മാഞ്ചസ്റ്ററിൽ ഒരു അഭിഭാഷകൻ ഇടപെട്ടിട്ട് നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് കൊടുക്കുന്നുണ്ട്. ബില്യൺ കണക്കിന് പൗണ്ട് ഇവർക്കെല്ലാം സർക്കാരിന് നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും. അതായത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും യോഗ്യതയില്ലാത്തവരെ പ്രത്യേക വിമാനത്തിൽ വിസ കൊടുത്തുകൊണ്ടുവന്ന് അവരെ പാർപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് വീട് വെച്ച് കൊടുത്തിട്ട് ഇനി അവർക്ക് നഷ്ടപരിഹാരം കൂടെ കൊടുക്കാൻ പോവാണ് ബ്രിട്ടീഷ് സർക്കാർ. വാസ്തവത്തിൽ ബ്രിട്ടന്റെ തലതിരിഞ്ഞ ഇത്തരം നിലപാടുകൾ ആ രാജ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം.